ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് വീര ധീര സൂരൻ എന്ന സിനിമയാണ് കണ്ടത്. ശരിക്കും പറഞ്ഞാൽ രാവിലെ ലൂസിഫർ എംപുരാൻ കണ്ടതിന് ശേഷം ഈ സിനിമ കാണണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ബട്ട് ലൈസൻസ് ഇഷ്യൂ, സാറ്റലൈറ്റ് ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് കോടതി ഈ സിനിമ കുറച്ച് ദിവസത്തേക്ക് റിലീസിങ് തടഞ്ഞു വെച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടു. നിരാശനായി. ബട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സിനിമ ഓണായി എന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം മെസ്സേജുകളൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ നേരെ സിനിമ കണ്ടു. സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മധുര വീരൻ താനേ, ഈ ഒരൊറ്റ സാധനത്തിനകത്ത് തിയേറ്ററിൽ കിട്ടിയ കയ്യടി അറിയാമോ? അത് വേറെ ലെവലായിരുന്നു. ആൺ പെൺ വ്യത്യാസമില്ലാതെ തിയേറ്ററിനകത്ത് കയ്യടിയും വിസിലടിയും കൂക്കിവിളിയും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് വേറെ ലെവലായിരിക്കണം. ആ ഒരു സീനിനകത്ത് ഞാൻ എൻജോയ് ചെയ്ത ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, വേറെ ലെവലായിരുന്നു. ചിയാൻ വിക്രം എന്ന് പറയുന്നൊരു നടൻ്റെ പെർഫോമൻസുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അയാൾ എത്രത്തോളം ചെയ്യുമെന്നും അതിനുവേണ്ടി എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുമെന്നും ഒക്കെ നമുക്കറിയാം. പക്ഷേ ആ മനുഷ്യൻ്റെ ചില സ്ക്രിപ്റ്റ് സെലക്ഷൻ ഭയങ്കര മോശമാണ്. അത് ചില സമയങ്ങളിൽ പുള്ളിക്ക് തന്നെ തിരിഞ്ഞ് കടിക്കുന്നുണ്ട് എന്നുള്ളത് പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ നിന്നെടുത്ത് നിന്ന് അയാളെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന കാവൽ മാലാഖയാണ് നമ്മുടെ ഡയറക്ടറായിട്ടുള്ള SU അരുൺകുമാർ. അതായത് താൻ ഇഷ്ടപ്പെടുന്നൊരു നടൻ്റെ, അല്ലെങ്കിൽ തനിക്ക് ആ നടനെ ഇങ്ങനെ കാണണം എന്നാഗ്രഹിച്ചിട്ടാവാം ഒരുപക്ഷെ ഈ ഒരു സിനിമ ചെയ്തതെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ചിയാൻ വിക്രത്തിനല്ലാതെ ആ ഒരു ക്യാരക്ടർ വേറെ ആർക്കും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ സൂര്യക്കൊക്കെ കൊടുത്താലും ചെയ്യുമായിരിക്കാം, ബട്ട് ചിയാനെ കിട്ടുന്ന ആ ഒരു 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 എക്സ്പ്രഷൻ, ഫീൽസ്, അതൊക്കെ വേറെ ലെവൽ തന്നെയാണ്. ഈ സിനിമ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കിയിട്ട് ഒരൊറ്റ വിടക്കം വിടുന്നു നമ്മൾ പറയത്തില്ലേ, ആ വിടക്കമാണ് സിനിമ തുടങ്ങുമ്പോൾ. അത് നിൽക്കുന്നത് ക്ലൈമാക്സിൽ ഡയറക്ടറുടെ പേരെഴുതി കാണിക്കുമ്പോഴാണ്. ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റ സെക്കൻഡ് പോലും തിയേറ്ററിൽ ഇരുന്ന് ലാഗ് അടിക്കാതെ ഇതെങ്ങോട്ടാണ് ഈ പൊക്കോട്ടിരിക്കുന്നത് എന്ന് നമ്മളെ മനസ്സ് തന്നെ നമ്മളടുത്ത് വല്ലപ്പോഴൊക്കെ ചോദിക്കത്തില്ലേ, അതുപോലത്തെ ഒരു ഐറ്റം. ഒരു പോക്കാണ്. ആ പോക്ക് പൊക്കോണ്ടിരിക്കുന്നിടത്തു നിന്ന് ഈ മനുഷ്യ മനസ്സിനകത്തുള്ള കുറേ വികാരങ്ങളും അതിൻ്റെ ഇടയിലുള്ള കല്ലുകടികളും അതെങ്ങനെ വേറൊരാളെ ബാധിക്കുന്നു എന്നൊക്കെ ഉള്ളതും വളരെ പെർഫെക്റ്റായിട്ട് ഓരോ ക്യാരക്ടേഴ്സിലൂടെ എഴുതി അത് ഗംഭീര ആക്ടേഴ്സിനെ ഏൽപ്പിച്ച് നമ്മുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് SU അരുൺകുമാർ എന്ന ഡയറക്ടർ വീരധീര സൂര്യനിലൂടെ. ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 1 വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഞാൻ വെയിറ്റ് ചെയ്തു. കാരണം ഈ സിനിമ ഇങ്ങനെയാണ് അയാൾ ചെയ്തു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നിൽ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ കാണാനുള്ള ഒരു ആകാംക്ഷ എന്തായാലും ഈ സിനിമ കണ്ടിറങ്ങുന്ന ഓരോ പ്രേക്ഷകൻ്റെ മനസ്സിലുണ്ടാവും. ഇനി സിനിമയുടെ ടെക്നിക്കൽ സൈഡുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഡയറക്ടർ തന്നെയാണ് ഞാൻ ഇത്രയും നേരം അങ്ങനെക്കുറിച്ച് പറഞ്ഞതും. അതിൽ കൂടുതൽ ഇനി എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. പണി അറിഞ്ഞ് ചെയ്തൊരു മനുഷ്യൻ, അതിൽ കൂടുതൽ അയാളെ ഇനി ഒന്നും പറയാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് വെടിപ്പായിട്ടൊരു വർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി പ്രകടനങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ചിയാൻ വിക്രം ഒന്നും പറയാനില്ല. അങ്ങേരുടെ പെർഫോമൻസുകൾ കണ്ട് കൈയടിച്ച്, കണ്ണ് നിറഞ്ഞ് കൈയടിച്ച് ആഹ്ലാദിച്ച് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള സമയങ്ങളുണ്ട്. അത്രയ്ക്ക് കിടിലം പെർഫോമറാണ്. ചില അനാവശ്യ സിനിമകൾ തിരഞ്ഞെടുത്ത് അതിനകത്തോട്ട് പോയി അങ്ങേരുടെ കരിയർ തന്നെ മോശമായിട്ടുള്ള ബെഞ്ച് മാർക്കുകൾ ഉണ്ടാക്കി വെച്ച ഒരു പരിപാടിയും കൂടെ അങ്ങേരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഈ സിനിമയിലേക്ക് വരുമ്പോൾ അങ്ങേരെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, കാളി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ മീറ്റർ എന്താണോ അത് ഡയറക്ടർ കൊടുത്ത ആ ഒരു സംഭവത്തിനെ അയാൾ 100 അല്ല 150% ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയും. അത്രയ്ക്ക് പെർഫെക്റ്റായിട്ടാണ് ആ ഒരു ക്യാരക്ടറിനെ അയാൾ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കൊണ്ടുപോകുന്ന ഓരോ ഏരിയാസിലും ആ ക്യാരക്ടറിൻ്റെ കയറ്റങ്ങളും ഇറക്കങ്ങളും അയാളുടെ പെർഫോമൻസുകളും അയാളുടെ വോയിസ് മോഡുലേഷനുകളും എല്ലാം ഗംഭീരമായിരുന്നു. അവസാന ഭാഗത്ത് വരുമ്പോഴത്തേക്ക് മധുര വീരൻ താനേ, ഈ ഒരു സാധനത്തിനകത്തൊരു എഴുന്നേറ്റ് നിൽപ്പുണ്ട്. എൻ്റെ ദൈവവും, അടിക്കണ കൈയടിക്ക് പോലും നിർത്താൻ തോന്നത്തില്ല. അമ്മാതിരി ഒരു ഫീലാണ് ആ സമയത്ത് കിട്ടുന്നത്. അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറമൂട്, പുള്ളിക്ക് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ മുറ എന്ന് പറയുന്നൊരു സിനിമയിൽ കിട്ടിയിരിക്കുന്ന ഒരു അപ്രോച്ച് ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പ് തന്നെയാണ് ഈ ക്യാരക്ടർ. പക്ഷേ ആ ക്യാരക്ടറിൻ്റെ ഒരു കയറ്റം ഇറക്കങ്ങളും അതിൻ്റെ ഒരു ഡെപ്തും ഒക്കെ വേറെ ലെവലാണ്. അത് സുരാജേട്ടൻ അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല നല്ല ഗംഭീര പ്രകടനമാണ്. ഏച്ച് കെട്ടിയ ഒരു സാധനം എന്ന് തോന്നുന്നത് ആ ഡബ്ബിങ് മാത്രമാണ്. കാരണം ഈ മലയാള ചൊവ്വയുള്ള ഒരു ഡബ്ബിങ് ഉണ്ടല്ലോ, നീ എങ്ക പോകറ, നീ എങ്ക വാങ്കറ എന്നൊക്കെ പറയുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, ആ തമിഴിൻ്റെ കറക്റ്റ് ഒരു സ്ലാങ് പിടിക്കാൻ പറ്റാതെ പോയി എന്നുള്ളതാണ് ഈ സിനിമയിൽ എനിക്ക് തോന്നിയ പുള്ളിയുടെ ഒരു നെഗറ്റീവ്. അല്ലാതെ പെർഫോമൻസ് വൈസ് പുള്ളി അഴിഞ്ഞാടിയിട്ടുണ്ട്. ഈ ക്ലൈമാക്സിനോട് അടുപ്പിച്ച് കുറച്ച് സീക്വൻസിലൊക്കെ വരുമ്പോഴത്തേക്ക് SJ സൂര്യയുടെ തടിക്കുന്ന കുറേ ഡയലോഗ്സും സാധനങ്ങളൊക്കെ ഇടും. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഭയങ്കര രസമാണ്. അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് കയറുന്ന ഒരു സീനിലുണ്ട്. അത് ആ സീൻ മൊത്തത്തിൽ ഗൂസ് ബംപ്സ് ആണ്. കാരണം അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം വേറെ ലെവലാണ്. അതിനിടയിൽ ഇങ്ങനത്തെ പെർഫോമൻസുകൾ കൂടുമ്പോഴത്തേക്ക് അടിപൊളിയാണ്.
അതുപോലെ തന്നെ സുരാജേട്ടൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്ന പൃഥ്വി കന്നഡ ആക്ടറാണ്. പുള്ളിക്കാരൻ്റെയും പെർഫോമൻസ് അടിപൊളിയാണ്. മാലാ പാർവതി, തുഷാര വിജയൻ. തുഷാര അടിപൊളി പെർഫോമൻസ്, അത് അവരെ പിന്നെ പറയേണ്ട കാര്യമില്ല. എസ് സൂര്യ, അതിനെ പിന്നെ പറയുകയേ വേണ്ട. കൊടുക്കുന്ന ക്യാരക്ടർ എന്താണോ അതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്തു വെക്കും. പുള്ളിയും കിട്ടിയിരിക്കുന്ന ക്യാരക്ടർ അടിപൊളിയായിട്ട് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കോ ആക്ടേഴ്സ് ഉണ്ട്, ഇവരെല്ലാവരും നൈസ് പെർഫോമൻസുകളാണ്. അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ടോട്ടലി ഈ ഒരു ഫുൾ ടൈം ഇങ്ങനെ ത്രില്ലടിച്ചിരിക്കുക എന്ന് പറയത്തില്ലേ, ഒരു നൈറ്റ് നടക്കുന്ന സംഭവങ്ങൾ അതിനകത്ത് കൊണ്ടുവരാൻ പറ്റുന്ന എലമെൻസ് ഒക്കെ. അതിനകത്ത് ഈ ഒരു മൈൻഡ് സെറ്റ് ചെയ്യുന്നൊരു സീനുണ്ട്. ആ സീനിനകത്ത് നമുക്ക് തന്നെ ഇങ്ങനെ നെഞ്ചുപിടിപ്പ് ഇങ്ങനെ നമുക്ക് കേൾക്കാൻ പറ്റും. നമ്മുടെ നെഞ്ചുപിടിപ്പ് നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നൊരു സാധനമുണ്ട്. ആ സാധനത്തിനകത്ത് ഒരു സംഭവത്തിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്നൊരു നെഞ്ചെടുപ്പുണ്ട്. പൊട്ടത്തിലി ഇങ്ങനെ തോന്നുന്ന ആ ഒരു സാധനം, അതൊക്കെ പെർഫെക്റ്റ്. എന്ത് രസമാണെന്നറിയാം. അതേപോലത്തെ കുറേ പീക്ക് മൊമെൻറ്റ്സ് ഈ സിനിമയിലുണ്ട്. ഒരു ട്രൗസർ ഇട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനകത്തോട്ട് വിക്രം കയറി വരുന്ന സീനുണ്ട്. എൻ്റെ മോനെ, അത് കഴിഞ്ഞിട്ട് അങ്ങേര് ചെയ്തു വെക്കുന്നൊരു ചെയ്ത് അസാധ്യമാണ്, വേറെ ലെവലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ ഇങ്ങനെയുള്ള കുറേ മൊമെൻറ്റ്സ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മധുര വീരനാനേ, ആ സാധനം കഴിഞ്ഞിട്ട് ഇങ്ങേറെ ഒരു അടിയുണ്ട്. എൻ്റെ അമ്മോ, ആ അടി എന്നൊക്കെ പറയാണ്ടല്ലോ, പ്രായം ഏതാണ്, അങ്ങേറെ പെർഫോമൻസിൻ്റെ ഒരു പീക്ക്നെസ് എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് അപ്പം നമ്മളെ കൊണ്ടൊന്നും പറ്റൂല ഇങ്ങനെയൊക്കെ ചെയ്യാൻ. അങ്ങേരെ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അസാധ്യമായിട്ട് പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോരുത്തരും. കാരണം കിടിലൻ കാസ്റ്റിംഗ് ആയിരുന്നു. ആ കാസ്റ്റിംഗ് എല്ലാവരും നല്ല അടിപൊളി പെർഫോമൻസിനെയാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റണ്ട് കോറിയോഗ്രാഫി കിടിലമാണ്. പിന്നെ സിനിമാറ്റോഗ്രാഫി, റൈറ്റിങ്ങും കിടിലമാണ്. ഗംഭീര സ്ക്രിപ്റ്റാണ്. ഇതൊരു പാർട്ട് 2 എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ പാർട്ട് 1 എന്താവും നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിച്ചു പോകും. ആ ഒരു കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ. എന്തായാലും പാർട്ട് 1 വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളൊരു ഗംഭീര ആക്ഷൻ ത്രില്ലർ മൂവിയാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വീരധീര സൂര്യൻ ടിക്കറ്റ് എടുത്തോ. ഒരു ടെൻഷനും വേണ്ട. കാരണം സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നിടത്തുനിന്ന് കൊടുക്കുന്നൊരു കാലമുണ്ടല്ലോ, അത് പിന്നെ സിനിമ തീരാണ്ട് വെക്കൂല. അത്രയ്ക്ക് ലെവലിലൊരു ഒറ്റ പോക്കാണ്. ആ ഒരു ഗ്രാഫ് പിന്നെ താഴാനേ പോകുന്നില്ല, അതങ്ങനെ പൊക്കോണ്ടേയിരിക്കും. സോ തിയേറ്ററിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ സിനിമ തന്നെയാണ് വീരധീര സൂരൻ. ഇത് നല്ലൊരു തിയേറ്റർ ചൂസ് ചെയ്യണമെന്നുള്ളതാണ് ഞാൻ എടുത്ത് പറയുന്നൊരു കാര്യം. നല്ല സൗണ്ട് ക്വാളിറ്റിയുള്ള, വിഷ്വൽ ക്വാളിറ്റിയുള്ള ഒരു തിയേറ്ററിലാണ് നിങ്ങൾ ഈ സിനിമ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സിനിമ ഗംഭീരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ജി വി പ്രകാശും. അങ്ങേര് ഈ അഭിനയിക്കാനൊക്കെ പോകുന്ന നേരത്തെ അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഇതുപോലത്തുള്ള കുറേ കിടിലൻ ഐക്കോണിക് വർക്കുകളൊക്കെ ചെയ്യും. കൊടുത്തിരിക്കുന്ന BGM ഒക്കെ വേറെ ലെവലാണ്. വേറെ ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ കൊടുക്കുന്നൊരു പീക്ക്നെസ് ഉണ്ടല്ലോ, എൻ്റെ അമ്മോ, കൈയട്ടിക്കുന്നതിന് അതും കൂടെ ഒരു കാരണമാണ്. വേറെ ലെവലിലാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു സോങ് ഉണ്ട്, റൊമാൻറ്റിക് സോങ് ഉണ്ട്, അടിപൊളി സാധനമാണ്. എത്ര തവണ കേട്ടെന്ന് എനിക്കറിയത്തില്ല, അത്രയും അടിപൊളിയായിട്ട് അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ടെക്നിക്കൽ സൈഡാണെങ്കിലും പെർഫോമൻസുകളുടെ സൈഡാണെങ്കിലും എല്ലാം കൊണ്ടും ഗംഭീരമായിട്ടുള്ളൊരു സിനിമയാണ് വീരധീര സൂരൻ. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ, കൂടുതലൊന്നും പറയുന്നില്ല. അഭിപ്രായങ്ങൾ വ്യക്തിപരം. സിനിമ തിയേറ്ററിൽ തന്നെ കണ്ട് വിലയിരുത്തുക. തീർച്ചയായിട്ടും ഇൻഷോട്ട് മലോ ഈ സിനിമയ്ക്ക് എടുക്കുന്ന റേറ്റിംഗ് 4/5 ആണ്. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് മുമ്പോട്ട് പോകാമെന്നേ. തീർച്ചയായിട്ടും പുതിയ വീഡിയോസും റിവ്യൂസും റോസ്റ്റിംഗ് ഒക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും